പാതഞ്ജല യോഗസൂത്രം. സമാധിപാദം. സൂത്രം 1. അധ യോഗാനുശാസനം. ഇനിയും യോഗശാസ്ത്രം ആരംഭിക്കുകയാണ്. ഗുരു ശിഷ്യനെ പല ശാസ്ത്രങ്ങളും പഠിപ്പിച്ചതിന് ശേഷം യോഗദർശനത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിക്കുവാൻ പോവുകയാണ്. യോഗം അഭ്യസിക്കാൻ യോഗ്യതയുള്ളവരെ മാത്രമേ ആ ശാസ്ത്രം പണ്ട് പഠിപ്പിച്ചിരുന്നുള്ളൂ. ജന്മനാൽ ശാസ്ത്ര പഠനത്തിന് യോഗ്യതയും അഭിരുചിയുമില്ലാത്തവർക്ക് ശാസ്ത്രം പഠിച്ചതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ഉപദ്രവം വേണ്ടുവോളം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശാസ്ത്ര പഠനത്തിന് യോഗ്യതയില്ലാത്തവർ സദാചാരനിഷ്ഠ കൊണ്ട് യോഗ്യത നേടിയിട്ടു വേണം ഏതു ശാസ്ത്രവും പഠിക്കാൻ. ഭയത്തെ ഇല്ലാതാക്കാനാണ് എല്ലാ ജീവികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടുണ്ടെന്നുള്ള ഭാവനയാണ് എവിടെയും ഭയത്തിനു കാരണമായിരിക്കുന്നത്. സത്യം ഒന്ന് മാത്രമേ ഉള്ളതായിട്ടുള്ളൂവെന്നാണ് യോഗശാസ്ത്രം അനുഭവിച്ച് സമർത്ഥിച്ചിരിക്കുന്നത്. സർവശാസ്ത്രങ്ങളുടെയും ശാസ്ത്രമാണ് യോഗശാസ്ത്രം. യോഗശാസ്ത്രത്തിന് പല പിരിവുകളുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ജപയോഗം, കുണ്ടലിനി യോഗം മുതലായവയെല്ലാം ഒരേ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള വിവിധ സമ്പ്രദായങ്ങൾ മാത്രമാണ്. സനാതനധർമ്മികൾ വിഗ്രഹാരാധനക്കാരല്ല. വിഗ്രഹത്തിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കി പരമസത്യത്തെ സർവത്ര ആരാധിക്കുന്ന കേവല സത്യബോധികളാണ് അവർ. അവർ മാത്രമാണ് ഏകദൈവ വിശ്വാസികൾ. ഒരേ ഈശ്വരൻ്റെ രൂപങ്ങളാണ് ഇവിടെയുള്ളതത്രയും. അത് മനസ്സിലാക്കിയാണ് അവർ പല നാമത്തിലും രൂപത്തിലും ഈശ്വരാരാധന നടത്തുന്നത്.